റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ എപ്പോഴും വി ആർ മോർ ബോതഡ് അബൌട്ട് ദ ബയേഴ്സ്. കാരണം അതൊരു മിഡിൽമെൻ ആണെങ്കിലും ഏജന്റ് ആണെങ്കിലും ബ്രോക്കർ ആണെങ്കിലും ഒക്കെ ഓൾവേസ് വി സ്പീക്ക് മോർ അബൌട്ട് ബയേഴ്സ്, വാട്ട് ഈസ് തിങ്കിങ്, വാട്ട് ഷീ ഈസ് തിങ്കിങ്, എന്തൊക്കെ അവരുടെ എക്സ്പെക്ടേഷൻസ് എന്നൊക്കെ. ബട്ട് വി ഹാവ് ടു ബി മോർ ബോതഡ് അബൌട്ട് ദ സെല്ലേഴ്സ് ഓൾസോ. ബിക്കോസ് നമ്മുടെ ഒരു ബ്രെഡ് ഏണേഴ്സിൽ വരുമ്പോൾ അവര് ഈ മാർക്കറ്റ് ഇല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഒരു സെല്ലർ തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു അസറ്റ് സെല് ചെയ്യാൻ മേ ബി പല റീസൺസ് കാണും. അതിൽ ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ആളുടെ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആകുമ്പോഴത്തേക്ക് കയ്യിലിരിക്കുന്ന എല്ലാ അസറ്റ്സും, കാരണം ഇത് ഫിസിക്കൽ അസറ്റ്സ് ആണ്, പെർട്ടിക്കുലർലി റിയൽ എസ്റ്റേറ്റ് മീൻസ് അത് ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റ്സോ ലാൻഡോ എന്താണെങ്കിൽ തന്നെയും മേ ബി ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു മാനേജ്. അതിന്റെ സെക്കൻഡ് സ്റ്റേജ് വന്നിട്ട് സംടൈംസ് ഇറ്റ് മൈറ്റ് ബി എൻ എമർജൻസി. കാരണം ആളുടെ ഒന്നല്ലെങ്കിൽ പേരൻസിനോ അല്ലെങ്കിൽ ഒരു കുട്ടിക്കോ എന്തെങ്കിലുമൊക്കെ ഇത് ഫോർ ദ എഡ്യൂക്കേഷൻ ഫോർ സർട്ടൺ മെഡിക്കൽ റീസൺസ് ആർക്ക് സെല് ചെയ്യാം. ഇതിലൊക്കെ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ട് പറയാറുള്ള ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി പേഴ്സൺ ഷുഡ് അപ്ഗ്രേഡ് ദർ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഒരു ഫാമിലി ഗ്രൂമിങ്ങിന്റെ പാർട്ടായിട്ടും സെല്ലർ മേ ട്രൈ ടു ലിക്വിഡേറ്റ് ഹിസ് അസറ്റ്. അപ്പൊ ഈ ഒരു പാർട്ടിൽ വരുമ്പം ഇതിൽ ഏത് റീസൺസ് കൊണ്ട് വേണമെങ്കിലും സെല്ലർ വൈൽ ഈസ് പ്ലാനിങ് ടു സെൽ ആൻ അസറ്റ് ഓർ എ റെസിഡൻസ് വട്ട് ഹാസ് ഓൾറെഡി ഗോട്ട് ഓർ ഈസ് ട്രൈങ് ടു ലിക്വിഡേറ്റ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആള് പ്രൊയാക്റ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയും. Because he should actually consult a consultant or a middleman whom he can explain എന്താണോ ആ സെല്ലർക്ക് പ്രൊയാക്റ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഹൗ ഹി ക്യാൻ ഗെറ്റ് എ മാക്സിമം ഔട്ട് ഓഫ് ഹിസ് അസറ്റ്. അപ്പൊ ഇതിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥ എൻ്റെ ഒരു ക്ലയന്റിന്റെ ആണ്. ഐ എം കീപ്പിംഗ് ഹെർ നെയിം ആസ് പ്രീതി. ഷീ ജസ്റ്റ് ജോയിൻ, കാരണം ആള് ഒരു IT പ്രൊഫഷണൽ ആയിരുന്നു. ആളുടെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ജോയിൻ ഫോർ വർക്ക് ആഫ്റ്റർ 2 or 3 years ബിഫോർ മാരേജ്. I don't know, like parents, they have just taken her to be. ഞാൻ അന്ന് one of the builders in Kerala, I was working with one of the builders in Kerala. ഈ ഒരു ടൈമിൽ they just came and the parents, particularly father, he just informed her, നീ ഒന്ന് ശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ try for an investment. And just ഒരു 2-bedroom ആണ്, just for the sake of her investment she invested. ആ പ്രോജക്റ്റിന്റെ ഒരു അപ്കമിങ് സ്റ്റേജ് ആയിരുന്നു. She got it for a good price, early bird offers കിട്ടി, and the deal was so good. And she got married and പിന്നെ അതിൻ്റെതായിട്ടുള്ള ഇൻവോൾവ്മെന്റിൽ പോയി. ആൻഡ് ഷി വാസ് മേക്കിംഗ് മണി ഔട്ട് ഓഫ് റെന്റൽ ചെയ്തിട്ട് കുറച്ച് പൈസയൊക്കെ ഈ ഒരു പർട്ടിക്കുലർ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വെൻ വെരി ഗുഡ്. പക്ഷെ അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഒരു ഡൗൺ ദ ലൈൻ ഒരു 10 years ഷി വാസ് ജസ്റ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഹർ പേരൻസ്. കാരണം കുറച്ചുകൂടെ അവർക്ക് താല്പര്യമുള്ള ഹിന്ദുസ് ആയിരുന്നുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ടെമ്പിളിന്റെ അടുത്തുള്ള സിറ്റിക്ക് അടുത്തുള്ള ഒരു ടെമ്പിളിന്റെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിൽ ഷീ ലിക്വിഡേറ്റഡ് ദിസ് അപ്പാർട്ട്മെന്റ് ആൻഡ് ഷീ അപ്രോച്ച് മീ. ഐ ഓൺലി ഡിഡ് ഇറ്റ് ഫോർ ആ ഒരു ടൈമിൽ ടു ബി വെരി ഫ്രാങ്ക്, കാരണം ആൾക്ക് പ്രൊയാക്റ്റീവ്ലി ഷീ ഹാസ് പ്ലാൻ ഫോർ ഹർ പേരന്റ്. അവർക്ക് ഏത് തരത്തിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് വേണ്ടതെന്നുള്ളത് അബൌട്ട് 1 year ബിഫോർ ഷി ഹാസ് പ്ലാൻ. ആൻഡ് ഷീ ടോൾഡ് മീ, ജയശങ്കർ നിങ്ങൾക്ക് ഇതൊന്ന് ലിക്വിഡേറ്റ് തരാമെന്ന് ചോദിച്ചതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു അപ്പാർട്ട്മെന്റ് വിട്ടുകൊടുത്തത്. അപ്പൊ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കൺസൾട്ടന്റ് ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ ദിസ് വേ. വൈൽ യു ആക്ച്വലി, ബിക്കോസ് ഇഫ് എ സെല്ലർ ഈസ് പ്ലാനിങ് ടു ലിക്വിഡേറ്റ് ഹെർ അസറ്റ്, ഇറ്റ് ഷുഡ് ബി എ ലിറ്റിൽ ബിഫോർ യു ഡു ഇറ്റ്. കാരണം ആ അർജില് ഏറ്റവും പോയിന്റ് നിങ്ങൾ ഒരിക്കലും you shouldn't try to sell your apartment. And if you are not having a consultant who can actually advise you what are the best benefits you may get, ഇത് രണ്ടും മാറ്റർ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ഒരു സെയിൽസ് പ്ലാൻ ചെയ്യാം. ദാറ്റ്സ് വാട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ എ സെല്ലർ. ഇതിന് സൈമൾട്ടേനിയസ്ലി ദ ബയർ ഓൾസോ വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്. അതും ഇതിനകത്തൊരു പോയിന്റ് ആണ്, കാരണം ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും. ഇഫ് ദ ബയർ ഈസ് കൺസൾട്ടിങ്, ഡെഫിനറ്റ്ലി ഹി വിൽ കം ടു നോ ഹൗ മെനി സെല്ലേഴ്സ് ആർ ദേർ ഹു ഈസ് വെരി urgent to sell the units on what circumstances. ചിലപ്പോൾ എൽഡർ കെയർ ഒക്കെ ആയിട്ട് പെട്ടെന്ന് വിൽക്കാനായിട്ടുള്ളവരും കാണും. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും the consultants will have. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആയിട്ട് ഡെഫിനറ്റ്ലി ഇഫ് യു ടേക്ക്, ഇറ്റ്സ് ഓൾവേസ് ഗുഡ്.